ഹലോ കൂട്ടുകാരെ, ഞാൻ ലേഖ റഫീഖിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നത് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ. ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഒരു കറിക്ക് ഒരു സാധനമില്ല. അപ്പോൾ ചേച്ചി പെട്ടെന്ന് ചേച്ചിക്ക് ഇപ്പോൾ ഭയങ്കര തിരക്കാണ്, ജോലിക്ക് ഇപ്പോൾ കട മുടക്കാണ്, കല്യാണം വിളി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേച്ചി തിരക്കായതുകൊണ്ട് പെട്ടെന്ന് കറി വെക്കാനൊന്നുമില്ല. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു 4-5 ഗോവയ്ക്ക് ഒരു 2 ക്യാരറ്റും കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള വളരെ രുചികരവും എളുപ്പവുമായിട്ടുള്ള ഒരു തോരനാണ് ചേച്ചി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് ചേച്ചി ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ചേച്ചിയുടെ മോളുടെ വെഡ്ഡിങ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് നിങ്ങളെല്ലാവരും എൻ്റെ സബ്സ്ക്രൈബർ എല്ലാവരും ഞാൻ കല്യാണം ക്ഷണിക്കുന്നു. എൻ്റെ മോളുടെ കല്യാണമാണ് ഫെബ്രുവരി 2-ാം തീയതി 12:15 12:30 ശുഭമുഹൂർത്തത്തിൽ വെച്ച് എൻ്റെ മോളുടെ വിവാഹം തൃച്ചാറ്റുകുളം അമ്പലത്തിൽ വെച്ചാണ്. മോളുടെ താലികെട്ട് മറ്റു ചടങ്ങുകളെല്ലാം എൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മോളുടെ വിവാഹത്തിന് വരണം. എൻ്റെ മോളുടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാകും. എൻ്റെ മോളുടെ വിവാഹവും ഇതാണ് എൻ്റെ മോളുടെ ക്ഷണക്കത്ത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഓൾറെഡി ചട്ടി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഞാൻ ഈ ക്യാരറ്റും പിന്നെ ഗോവയ്ക്കയും കൂടി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കണം. അപ്പം നമുക്കിതൊന്ന് ചട്ടിയിലോട്ട്, ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു തോരനാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോഴത്തെ തോരനല്ല ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പ്, ഞാനൊരു 1/2 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, ആ സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയുടെ അകത്ത് ഇതൊന്ന് തിരുമ്മിയെടുക്കാൻ പോകുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് വെളിച്ചെണ്ണയിൽ നല്ലോണം കൈ കൊണ്ട് തിരുമ്മി നല്ലവണ്ണം നമ്മളിത് തിരുമ്മണം. ആ സവാളയും ക്യാരറ്റും പിന്നെ ഗോവയ്ക്കൊക്കെ കൂടി നല്ലോണം തിരുമ്മി അതൊന്ന് മിക്സായി ഇത് കണ്ട, ഇത് നല്ലോണം തിരുമ്പി ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് കണ്ട, വളരെ വളരെ രുചിയാണ്. അപ്പോൾ നമുക്കിത് തിരുമ്മിയിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഞാനൊരു മുറി തേങ്ങ, ഒറ്റ മുറി തേങ്ങ ഇതിനകത്തോട്ട് ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കിതിനകത്ത് 2 കഷ്ണം കൊച്ചുള്ളി, ഒരു 3-4 ചെറിയ വെളുത്തുള്ളി, 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. നമുക്കിതൊന്ന് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അരക്കരുത്, വെറുതെ ഒന്ന് ചതച്ചെടുക്കാം. ഒരല്പം ജീരകം കൂടി ഉള്ളത് നല്ലതാണ്. അപ്പോൾ നമുക്കിവിടെ ജീരകം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ജീരകം ഇടാത്തത്. ഇതുണ്ട്, ഇതേപോലെ ചതച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയാണ്. ഒരു നുള്ളു വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ജാറിനകത്ത്. നമുക്കിതൊന്ന് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ചട്ടി ഓൾറെഡി കത്തിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുക്, ഞാൻ ഒരു നുള്ളു കടുകിട്ടിട്ടുണ്ട്.
കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളക് ചേച്ചി 2ആയിട്ട് ഒടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വറ്റൽമുളക് ഇട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിനി ഈ നമ്മൾ 2-3 മിനിറ്റായി നമ്മളിത് തിരുമ്മി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി എല്ലാവർക്കും ബീറ്റ്റൂട്ട് ചെയ്യാം. വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇനി ബീറ്റ്റൂട്ട് ക്യാരറ്റും ഗോവയ്ക്കയും കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. വളരെ എളുപ്പവും വളരെ രുചികരവുമായൊരു വിഭവമാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും കാണണം, നമ്മൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. നമ്മൾ കറി ഇല്ലെന്നും പോലെ നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട. ഉള്ളത് വെച്ച് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊന്ന് ഇവിടെ ഇതൊന്ന് വാടട്ടെ. ചേച്ചി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമ്മുടെ തോരത്തിൻ്റെ രീതി എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. നല്ലോണം വാടിയിട്ടുണ്ട്. വേണ്ട നമ്മളല്പം എണ്ണ കൂടുതൽ ഒഴിച്ചാൽ മതി. അപ്പം അത് പെട്ടെന്ന് വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. പെട്ടെന്ന് അത് വാടി. നമുക്ക് ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വകഞ്ഞ് വെച്ചിട്ട് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ തേങ്ങ ചതച്ച് വെച്ചിരിക്കണ തേങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മതിയാ. ചേച്ചി ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഈ തേങ്ങ അതിനകത്ത് വെച്ചിട്ട് ഇതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് പൊത്തി ഇതിനകത്ത് വെച്ചിട്ട് ഒന്നുകൂടി ഒരു ആവി കൂടി വന്നാൽ മതി. ഇതൊന്ന് മൂടി വെച്ചത്. അപ്പോൾ നമ്മൾ എപ്പോഴും തീ വെക്കുമ്പോൾ നമ്മൾ തീരെ കുറച്ച് വേണം തീ വെക്കാനായിട്ട്. വളരെ തീ കൂടി വേണം നമ്മളിത് അതിൻ്റെ അടി കരിഞ്ഞു പോകും. അതിനാണ് നമ്മൾ തീ കുറച്ച് വെക്കുന്നത്. അപ്പം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ വീട് സ്ഥലം ഞാൻ പറഞ്ഞില്ല. ഞങ്ങളുടെ വീട് ആലപ്പുഴ ചേർത്തല അരൂക്കുറ്റിയാണ് ഞങ്ങളുടെ വീട്. അരൂക്കുറ്റി പെരുമ്പളംകവല തൃച്ചാറ്റുകുളത്ത് വെച്ചാണ് ഞങ്ങളുടെ കല്യാണം. അപ്പം ഞാൻ തൃച്ചാറ്റുകുളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല ഏതാ നമ്മുടെ നാട് ഏതാണെന്ന് അറിയാം. അരൂക്കുറ്റി, അടുതല അരൂക്കുറ്റി. അപ്പം പിന്നെ വളരെ തിരക്കായതുകൊണ്ടാണ് ചേച്ചി ഇപ്പോൾ വീഡിയോ ഇടാത്തത്. ഞാൻ ശ്രമിക്കാൻ കഴിയുന്നത് ഞാൻ ഇടയ്ക്ക് ഓരോ വീഡിയോകൾ ഞാൻ ഇടാം. ഇനി കല്യാണം കഴിയുന്നവർ ഭയങ്കര ഒരു തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണ ഡ്രസ്സുകളെല്ലാം എടുത്ത് ഇനി ഓരോരോ ആവശ്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി കമൻറ്റ് ബോക്സിൽ ഇടുക. ആ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ മക്കളെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചേച്ചിക്ക് ഇനി മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെയേറെ ചേച്ചിക്ക് വേണം. ഇതൊന്ന് പയ്യെ ഒന്ന് ആവി കറക്കാം. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇനി നമ്മൾ ആ ഇത് തേങ്ങ അതിൻ്റെ ഉള്ളിലാക്കി നമ്മളത് മൂടി വെച്ചിട്ട് നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ജീരകത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതൊരു കുറവ് തന്നെയാണ്. ഇത്തിരി അല്പം ജീരകം ഇട്ടെങ്കിൽ വളരെ ഇതിനേക്കാൾ ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഗോവയ്ക്കായും ഉള്ളൊരു നാടൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫാക്കാം.
അപ്പോൾ നമ്മുടെ ഗോവയ്ക്കയും ക്യാരറ്റും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് വളരെ സിമ്പിളാണ്, വളരെ രുചികരവുമാണ്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.